ഹലോ, അങ്ങനെ പ്രാവൻകൂട് ഷാപ്പ് കണ്ടു. ഞാൻ എപ്പോഴും നെഗറ്റീവ് റിവ്യൂ പറയുമെന്നാണ് എല്ലാവരും പറയുന്നത്. നിങ്ങൾ തന്നെ ഈ പടം കണ്ടു നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോബിൻ ബേസിൽ ചെമ്പനാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. അല്ലാതെ കുറേ കഥാപാത്രങ്ങളുണ്ട്. മർഡർ മുബാരക് എന്ന് പറഞ്ഞ് ഹിന്ദിയിൽ ഇതേ സെയിം ജോണർ ഒരു പടം ഉണ്ടായിരുന്നു. അതിനകത്തൊരു 7 പേര് ഒരു ഹോട്ടലിനകത്തുണ്ട്. അതിനകത്തൊരു കൊലപാതകം നടക്കുന്നു. അത് ആരാണെന്ന് കണ്ടുപിടിക്കുന്നതാണ് മിസ്റ്ററി. സെയിം ജോണറാണ് ഈ പടത്തെ. ഞാൻ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും നിങ്ങളെല്ലാവരും ഇപ്പം നമ്മളെ തെറിവിളിക്കാനേ പോകത്തുള്ളൂ കമൻസിലെല്ലാം. പക്ഷേ എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞേ പറ്റൂ. എനിക്ക് പടം ഒട്ടും വർക്കൗട്ടായില്ല. ബിക്കോസ് സെയിം ജോണേഴ്സ് കുറേ ഇറങ്ങിയിട്ടുണ്ട് സിനിമകൾ. ശ്രീരാജ് ശ്രീനിവാസനാണ് ഇതിൻ്റെ എഴുതിയതും സംവിധാനം ചെയ്തതും. അൻവർ റഷീദാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഷൈജു ഖാലിദാണ് സിനിമാറ്റോഗ്രഫി എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതേപോലെ തന്നെ എഡിറ്റിംഗ് നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മ്യൂസിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിഷ്ണു വിജയാണ് മ്യൂസിക് ചെയ്തത്. മ്യൂസിക് എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ആവറേജ്. ഞാൻ ഇതേപോലുള്ള ജോണേഴ്സ് കുറേ കണ്ടതുകൊണ്ട് എനിക്ക് വലിയ സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയില്ല. ഒരു ത്രില്ലിംഗ് എലമെൻറ്റ് തോന്നിയില്ല. ഹൈലി പ്രഡിക്റ്റബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ പടത്തിന് 5-ൽ 2 റേറ്റ് ചെയ്യുന്നു. ബിക്കോസ് ഓഫ് ദ പിക്ചറൈസേഷൻ ആൻഡ് ദ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് ആൻഡ് ദ സിനിമാറ്റോഗ്രഫി. അപ്പോൾ അടുത്ത പടത്തിൻ്റെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ടേക്ക് കെയർ, ബൈ.